ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ എത്തിയത് ചക്ക അടക്കാൻ വേണ്ടിയാണ്. ചക്ക അടക്കാൻ എൻ്റെ കൂടെ എത്തിയിട്ടുള്ളത് എൻ്റെ അനിയത്തിയാണ്. എന്നെ കാണിക്കില്ലെന്ന് പറഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പൂൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇത് കാട് പോലത്തൊരു ഏരിയ ആണ്. നമ്മൾ കാട്ടിനകത്തുള്ള കാട്ടുചക്കയാണ് അടക്കാൻ വേണ്ടി പോകുന്നത്. യാ കൊക്കോകൾ അപ്പച്ചാ അപ്പച്ച ഞാൻ എടുത്തില്ല ഒന്നും വെട്ടാൻ, ചക്ക വെട്ടാൻ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ചക്ക അനിയത്തി എന്തൊക്കെ പറയുന്നു അതാരും ശ്രദ്ധിക്കേണ്ട. ഫ്രണ്ട്സ്, നമ്മൾ കാട്ടിലേക്ക് കയറാൻ പോവുകയാണ്. പല ഇഴജന്തുക്കളും കാണാം. സോ പുല്ല് വെട്ടിയിട്ടിട്ടുള്ള സ്ഥലത്തൂടെ നമുക്ക് ചലിക്കാം. കണ്ടാ, ദിസ് ഈസ് അനിയത്തി. അവളെന്തോ ഇലയെ കാട്ടിക്കൊണ്ട് പോകുന്നു. അയ്യോ ഫ്രണ്ട്സ്, കുഴികളൊക്കെ ഉണ്ട് ഇവിടെ. അയ്യോ കുഴിയിൽ വീഴല്. യാ കണ്ട വലിയ കുഴി. ഇത് മഴവെള്ള കുഴിയാണ്. വാഴയ്ക്ക് വേണ്ടി വെട്ടിയിട്ടിരിക്കുന്നോ ഇവിടെയുണ്ട്. ഇതാ ഇതൊക്കെ കുഞ്ഞൻ വാഴകളാണ്. കണ്ട കൊച്ചിലെ കൊലയ്ക്കുന്ന വാഴകളാണ്. ഓക്കെ, കുഞ്ഞൻ വാഴ. പിന്നെ ഇവിടെ നിറച്ച് ഇതുണ്ട്. ഇതിൻ്റെ പേരെന്താണ്? ദിവ്യേ ഇതിനെ പറയുന്ന പേര് കൂവക്കിഴങ്ങ്. യെസ്, എൻ്റെ അനിയത്തിക്ക് ഒത്തിരി ഇഷ്ടം. ഇത്രേ പോകാൻ പറ്റുമായിരുന്നുള്ളൂ. കൂവക്കിഴങ്ങ് ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ നമ്മൾ കൂവക്കിഴങ്ങും ചക്കടക്കാൻ പോകുന്ന വഴിക്ക് കൂവക്കിഴങ്ങിനോട് പണ്ട് നമ്മളിവിടെ അനിയന്മാരായിട്ടൊക്കെ വരുമ്പോൾ നമ്മളെപ്പോഴും അടക്കാൻ പോകുന്ന ഒരു ചെടിയാണിത്. ഇവിടെ പണ്ട് നമ്മളങ്ങ് ചാഞ്ഞി നടക്കുമായിരുന്നു അല്ലേ ദിവ്യേ? ഫ്രണ്ട്സ്, എന്നെ ഒരു മീറ് കടിച്ചു. ഓക്കെ, ഉണ്ട ഈ ചെടി ഉണ്ട്. ഈ ചെടി അനിയത്തിക്ക് അറുത്ത് കൊടുക്കുകയാണ്. അനിയത്തി യാ അത് അമ്മയ്ക്ക് ഇന്നലെ വാങ്ങിച്ചു കൊടുത്ത വാച്ചിൽ എഴുതിയിട്ടിരിക്കണേ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വലിയ എമണ്ട ചക്കയാണ് ഞാൻ അടക്കാൻ പോകുന്നത്. ഈ ചക്കയല്ലേ അപ്പച്ചാ? ഫ്രണ്ട്സ്, ഈ ചക്കയാണ്. ഈ ചക്ക അടക്കുമ്പോൾ താഴത്തെ വിളയിൽ പോയി വീഴുന്നു കഴിഞ്ഞാൽ ചക്ക കിട്ടില്ല. സോ അത്ര ഈ ചക്ക അടക്കുന്നതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം ചക്ക ഇങ്ങനെ കിണ്ടിയൊക്കെ നോക്കണം. ഓയ്യോ കൈപ്പൊത്തും. യെസ്, ഓക്കെ ഫ്രണ്ട്സ്, നീങ്ങി വരണം. അപ്പോൾ ചെയ്തതിനെ കിണ്ടി തട്ടി നോക്കുമ്പോൾ ശബ്ദം കേൾക്കണമെങ്കിൽ പഴുത്തുന്നാ? എങ്ങനെയാണ് പഴുത്തെന്ന് അറിയണ? വാ, നാളെ അടുത്തിട്ട് പോവാം. വാ അപ്പച്ചാ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ചക്ക. ഫ്രണ്ട്സ്, ചക്ക പുതുക്കി വെക്കാനാണ് അപ്പോൾ പറഞ്ഞത്. അല്ല, അത് എൻ്റെ അനിയത്തി പൊട്ടത്തിയാണ് പറഞ്ഞത്. അയ്യോ, ചക്കക്ക് എന്തോ കേടുണ്ട് ഫ്രണ്ട്സ്. ഇതാണ് നമ്മളെ വലിയ ചക്ക. ഇവിടെ ചക്കകൾ നിറച്ചുണ്ടായിരുന്നു. യെസ്, ദിസ് ഈസ് ചക്ക. പിന്നെ അപ്പൂപ്പൻ്റെ ഇവിടെ മുളകളൊക്കെ ഉണ്ടല്ലോ. യെസ്, എൻ്റെ അനിയത്തി പൂ വെച്ച് നിൽക്കുകയാണ് അവിടെ. ഓക്കെ, ഇനി അപ്പൂവൻ വരട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കുറച്ചിങ്ങോട്ട് പറഞ്ഞാൽ നമ്മൾ ചക്ക ഇറക്കുമ്പോൾ ചക്ക പിന്നെ എങ്ങനെയാണ് വെട്ടാനുള്ള ചക്ക വെട്ടാൻ പോവുകയാണ്. ചക്ക ചേർത്ത് പിടിച്ചിട്ട് വെട്ടിയാ മതിയാ? വീഴുവോ? ചക്ക ചേർത്ത് പിടിച്ചിട്ട് വെട്ടിയാ വീഴുവോ? ഇങ്ങോട്ട് നമ്മൾ വിടുന്ന എന്ത് ചെയ്യും? പയ്യെ പയ്യെ കൊത്തി എങ്ങനെ പിടിച്ചോളാം. ഊക്കനോട് കിട്ടോ വെട്ട് കയ്യിൽ വന്ന് കൊണ്ടാലാ. ഫ്രണ്ട്സ്, എന്റെ മണ്ടയ്ക്ക് കൊണ്ടിട്ടല്ലേ പോടാ. ഗൈസ്, ഒരു ചക്ക എടുക്കാൻ പോലും ശക്തിയില്ല. ആ ചക്ക കൊണ്ടിട്ട് അവ വീഴുമെന്നാണ് തോന്നണം. എവിടെയെങ്കിലും കൊണ്ടിട്ട് പയ്യപ്പോടെ ക്യാമറ കിട്ടണില്ല. അങ്ങനെ ഗെയിം അവസാനിച്ചു. അങ്ങനെ ചക്ക അടത്തു. കൈ പോയി. ഈ ചക്ക അടക്കില്ല ഫ്രണ്ട്സ്. എൻ്റെ കൈ കൊടിഞ്ഞെന്ന് തോന്നുന്നു. ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഈ ചക്ക നമുക്കിനി വറ്റിലിടണം. അമ്മ വറ്റിലിടുമോ എന്തിലിടുമോ എന്ന് എനിക്കറിയില്ല. ചക്ക യെസ്. നോ ചക്ക.
ഫ്രണ്ട്സ് ചക്ക കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയാണ് ചക്ക കാണിച്ചിരുന്നത്. ഓക്കെ, ഒരിക്കൽ കൂടെ ചക്ക കാണിച്ചു തരാം. ഇതാണ് ചക്ക. ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ നല്ല മുള്ളുണ്ടാവും. കണ്ട നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ചിലപ്പോൾ കൈയിനെ മടന്തി പോകരുത്. എനിക്കങ്ങനെ കൈ മടന്തിപ്പോയി. പിന്നെ ഇതിനകം നമുക്കിത് വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുറേ ചുളകളുണ്ട്. ചക്കക്കകത്ത് നിറച്ച് ചുളകൾ കാണാം. അത് നമ്മളിപ്പോൾ വെട്ടി ഒരെണ്ണം കാണിച്ചു തരാം. ചക്കക്കകത്ത് ചുളയുണ്ടാവും. പിന്നെ ചക്കക്കകത്ത് കറയുണ്ടാവും. ആ കറ കൈകിലായി കഴിഞ്ഞാൽ ഇങ്ങനെയാവും. സോ അത് മാറ്റാൻ വേണ്ടി നമ്മൾ മലയാളികൾ ചെയ്യാറുള്ളതാണ് കുറച്ച് എണ്ണ അല്ലെങ്കിൽ മണ്ണെണ്ണ എടുത്ത് കയ്യിലിട്ട് കഴിഞ്ഞാൽ ശരിയാവും. ഇതാണ് ചക്ക. ഇതിനെ മലയാളത്തിൽ ചക്ക എന്ന് പറയും. ഇതിനെ തമിഴിൽ ചക്ക എന്നാണോ എന്തോ, എന്തായാലും ഇംഗ്ലീഷിൽ ജാക്ക് ഫ്രൂട്ട് എന്നാണ് അറിയപ്പെടുന്നത്. വലിയ പഴം എന്നറിയപ്പെടുന്ന സംഭവമാണിത് ചക്ക. ഇതിൻ്റെ നമ്മൾ തണ്ട് നോക്കിയാൽ വിചാരിക്കില്ല ഒരിക്കലും ഇത്രയും ഭാരമാവും പിടിച്ചുകൊണ്ട് നിൽക്കുമെന്ന്. അത്രയ്ക്കാണ്. ചക്ക തലയിൽ കൂടെ വീഴുന്നു കഴിഞ്ഞാൽ തേങ്ങ വീഴുന്നതിനേക്കാളും മാരകമായിരിക്കും. ഞാനിപ്പം കൊണ്ടുവന്ന ചക്ക എൻ്റെ തലയിൽ കൂടെ വീഴുന്നു കഴിഞ്ഞാൽ ചത്ത് ഉറപ്പിച്ചോളണം. സോ അത്രയ്ക്ക് വലിയ ചക്കയാണ് ഞാനിപ്പോൾ അടുത്ത ചക്ക. ഈ ചക്കയിൽ നിറച്ച് കണ്ട ഈ ഭാഗങ്ങളിലൊക്കെ കൂടെ നിറച്ചിത് വരുന്നുണ്ട്. ചക്കയുടെ കറ വരുന്നുണ്ട്. ആ കറ വെച്ചിരുന്ന് കഴിഞ്ഞാൽ കൈയൊക്കെ ഒരുമാതിരി പശ പോലെ ആവും. എൻ്റെ കൈ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ കാലിലേക്ക് തൊട്ട് കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ പശ പോലെ ഉണ്ട്, പിടിച്ചിരിക്കുന്നുണ്ട്. സോ ഇതാണ് ചക്കയുടെ ചക്ക അരക്ക് എന്നറിയപ്പെടും. ചക്ക അരക്ക് മാറാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ കാണിച്ചത്. ഇപ്പം നമ്മൾ ചക്ക മുറിക്കാൻ പോവുകയാണ്. ഗോയ്സ്, വി ആർ ഗോയിങ് ടു കട്ടിങ് ഔട്ട് ദി ചക്ക. ഓക്കെ ഫ്രണ്ട്സ്, ഇതാണ് ചക്ക. ഉണ്ടോ ചക്ക ഇങ്ങനെയാണ് നടുക്കിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെയാണ് അറക്കേണ്ടത്. ഓക്കെ, കണ്ട കറക്കി ഇങ്ങനെ പിടിക്കണം. കുറച്ച് പാടാണ് ചക്ക അറക്കാൻ വേണ്ടി. നമുക്ക് ചക്ക അറുത്തിരുന്ന എൻ്റെ അപ്പൂപ്പനാണ്. ചക്ക ഈസ് ഗോയിൻ്റ് കണ്ട ഇങ്ങനെ പയ്യെ കറക്കി. അവിടെ പൈപ്പ് കിടക്കുന്നുണ്ട്. കറക്കി കൊണ്ടുപോകണമല്ലേ. യാ വീണ്ടും. ഓക്കെ, തിരിച്ച് വെച്ച് തരാം. ഓക്കെ, വീണ്ടും ഇങ്ങനെ കറക്കി തിരിച്ച്. എങ്ങനെയെങ്കിലും കൈ ഒന്ന് പുറപ്പിക്കണമെന്ന്. ഓക്കെ.